Hello and welcome to Anais Academy. Welcome to our daily news analysis. So today we are going to discuss articles from Hindu newspaper 6th August 2025. Moving on to first article, flash floods in Uttarakhand leave 4 dead over 60 fear trapped. So ഈ ആർട്ടിക്കിൾസിൽ റീസെന്റ് ആയിട്ട് ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ള ഒരു ഫ്ലാഷ് ഫ്ലഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഫ്ലാഷ് ഫ്ലഡ്? പെട്ടെന്നുണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിനെയാണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. GS പേപ്പർ 1 ജിയോഗ്രഫി ആൻഡ് സൊസൈറ്റി, GS പേപ്പർ 2 ഗവേണൻസ് പോളിറ്റി ആൻഡ് GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. സോ ഇതാണ് നിങ്ങളുടെ സിലബസ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ കൂടുതലായിട്ടുള്ള കാര്യമൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ബിക്കോസ് ആ ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉത്തരാഖണ്ഡിൽ നടന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു, ദാറ്റ് മീൻസ് ഏകദേശം 60 to 70 പീപ്പിൾസ് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. 4 പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയിരിക്കുന്ന ഡെത്ത് ടോൾസുകളും അതുപോലെ തന്നെ മിസ്സിംഗ് ടോളുകളൊക്കെയാണ് പറയുന്നത്. അതുതന്നെ അവിടുത്തെ പ്രോപ്പർട്ടീസ്, ഹെവി ഡാമേജ് അവിടുത്തെ പ്രോപ്പർട്ടീസിനും ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും നൽകിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, ടൗൺ ഏരിയ ആയിക്കോട്ടെ, ഗസ്റ്റ് ഹൗസ് ആയിക്കോട്ടെ, ഹോട്ടൽസ് ആയിക്കോട്ടെ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് ഡാമേജ് വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഡ് ഫ്ലോ സർജ്ഡ് ത്രൂ ദ ഏരിയ. അപ്പൊ മഡ് ഫ്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന മഡ് ഫ്ലോ, ദാറ്റ് മീൻസ് എന്താണ്, ചെളി കെട്ടി നടക്കുക, അല്ല ചെളി കെട്ടി നിറയുക എന്നുള്ളതാണ് മഡ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഡെത്ത് ടോളുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് ആവശ്യമായിട്ടില്ല, അത് ന്യൂസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂല് എന്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ ഇത്തരത്തിലുള്ള ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് വൾണറബിലിറ്റി. ഏകദേശം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ധരളി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വില്ലേജിലാണ്. ഓക്കെ, 8,600 feet above sea level. അപ്പോൾ ഉത്തരാഖണ്ഡ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം 8,600 അടി മുകളിലാണ്. വാസ് ഹിറ്റ് സഡൻലി ഹൈലൈറ്റിംഗ് ദ വൾണറബിലിറ്റി ഓഫ് ഹിമാലയൻ ടൂറിസ്റ്റ് ടൗൺസ് ടു ക്ലൗഡ് ബേഴ്സ്റ്റ് ആൻഡ് ഫ്ലാഷ് ഫ്ലഡ്. അപ്പോൾ 8,600 അടി മുകളിലുള്ള ഈ ഒരു ഉത്തരാഖണ്ഡിലെ ടൗണിലാണ് അല്ലെങ്കിൽ ഈ ഒരു വില്ലേജ് ഏരിയയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അത് നമ്മൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഹിമാലയൻ റീജിയനിലെ വൾണറബിലിറ്റിയും അവിടുത്തെ ടൂറിസ്റ്റ് ടൗണിൽ ഉണ്ടാവുന്ന ക്ലൗഡ് ബസ്റ്റുകളും ഫ്ലാഷ് ഫ്ലഡുകളും. അപ്പോൾ ക്ലൗഡ് ബസ്റ്റുകൾ എന്ന് പറയുന്നത് മേഘവിസ്ഫോടനങ്ങളാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ ഒരു മഴ പെയ്യുക, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുക. അതാണ് ക്ലൗഡ് ബസ്റ്റ് ആൻഡ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ നമ്മൾ ട്രഡീഷണൽ മൺസൂൺ ബെൽറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ട്രഡീഷണൽ മൺസൂൺ ബെൽറ്റ്, ഇന്ത്യൻ മാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂണ് ദാറ്റ് മീൻസ് കേരളത്തിലാണ് ഫസ്റ്റ് ഇന്ത്യൻ കോണ്ടിനെന്റിൽ കയറുന്നത്. അതിൽ നിന്ന് പതുക്കെ ചിറാപുഞ്ചി ഏരിയ വരെ എത്തിയതിനു ശേഷം ഇതാണ് നമ്മൾ ട്രഡീഷണൽ മൺസൂൺ ബെൽറ്റ്. അപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ ഈ ട്രഡീഷണൽ മൺസൂൺ ബെൽറ്റിൽ ഉൾപ്പെടാത്തതാണെങ്കിൽ പോലും വളരെ വലിയ രീതിയിലുള്ള ക്ലൗഡ് ബസ്റ്റുകളും ഫ്ലാഷ് ഫ്ലഡുകളും ലാൻഡ് സ്ലൈഡ്സുകളും ഫ്രീക്വന്റ് ആയിട്ട് ഉത്തരാഖണ്ഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റെസ്പോൺസുകൾ, റെസ്ക്യൂ എഫേർട്ട് എങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ എല്ലാ പോയിന്റുകളും നമുക്ക് ആവശ്യമായിട്ടില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ റെസ്പോൺസ് ടീമാണ് നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷന് മുന്നിൽ നിൽക്കുന്നത്? ദാറ്റ് മീൻസ് ഇന്ത്യൻ ആർമി, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. സോ ഇത്രയും ആളുകളാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അറൌണ്ട് 20 പീപ്പിൾ വർ റെസ്ക്യൂഡ് ഇൻ ഫസ്റ്റ് 3 hours. ബാക്കിയുള്ളൊക്കെ കംപ്ലീറ്റ് ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമായിട്ടില്ല. നമുക്ക് ഉത്തരാഖണ്ഡ് ഇത്ര ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്നതിന്റെ കാരണം മാത്രം അറിഞ്ഞാൽ മതിയാകും. ഓക്കെ, സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഷേഴ്സ്. സോ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷേഴ്സ്? അപ്പോൾ ഒരിക്കലും ഡിസാസ്റ്റേഴ്സ് നമുക്ക് തടയാൻ സാധിക്കില്ല. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന് ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആഫ്റ്റർ ദ പോസ്റ്റ് ഡിസാസ്റ്റർ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഡിസാസ്റ്റർ സമയത്തുള്ള നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ഡിസാസ്റ്റേഴ്സ് നമുക്ക് തടയാൻ സാധിക്കില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് റിലീഫ് ക്യാമ്പ്സ്. ഓക്കെ, റിലീഫ് ക്യാമ്പ്സ് വേർ ക്വിക്ലി സെറ്റപ്പ്. ദാറ്റ് മീൻസ് ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി റിലീഫ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ബെഡും മെഡിസിൻസും ഹോസ്പിറ്റൽസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചൂർഡ് ആയിട്ടുള്ള പീപ്പിൾസ് വരാം, അല്ലെങ്കിൽ മെഡിക്കൽ ടീംസ് ഒക്കെ അറ്റ് എ ടൈം അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസ് അല്ലെങ്കിൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ലൗഡ് സ്പീക്കർ വാർണിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രക്കിംഗ്, ഉത്തരാഖണ്ഡിൽ നടന്ന ട്രക്കിംഗ് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഇവാക്വേഷൻ, വൾണറബിൾ ഏരിയയിൽ നിന്നുള്ള ആളുകളെ ഇവാക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിവർ അഡ്ജസന്റ് ബ്ലോക്സ്, ദാറ്റ് മീൻസ് റിവർ ഏരിയന്റെ അടുത്തുള്ള ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് റിവർ സൈഡിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ റിവർ അഡ്ജസന്റ് ബ്ലോക്കിലുള്ള ആളുകളെ അവിടെ നിന്ന് ഇവാക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
And risk for further calamity. Continued poor weather and forecast of heavy rain prompted the administration to place communities on alert, showing proactive disaster preparedness. That means നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് ഹെവി റെയിൻ്റെ കാര്യങ്ങളൊക്കെ നൽകുന്നതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റീസിനാണെന്നുണ്ടെങ്കിലും എപ്പോഴും അലേർട്ടായിരിക്കാനും ഒരു പ്രോ ആക്റ്റീവായിട്ട് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് പ്രിപ്പയർ ആയി നിൽക്കുന്നതിന് പ്രോ ആക്റ്റീവായിട്ട് നിൽക്കാനും സാധിക്കേണ്ടത് അത് നമ്മുടെ ഡിസാസ്റ്റർ വെതർ ഫോർകാസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് വേണം മാർക്ക് ചെയ്യാം. സ്ട്രക്ചറൽ വൾണറബിലിറ്റി. സോ ഇത്തരം ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്താണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലും വലിയൊരു എഫക്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഡെത്ത് ടോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഞ്ചുറി ടോൾ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് കൂടാൻ സാധ്യത? ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്ട്രക്ചറൽ വൾണറബിലിറ്റി ആൻഡ് ടൂറിസം ഇമ്പാക്ട്. ഓക്കെ, so that means the event exposes the danger of unplanned urbanization. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഉത്തരാഖണ്ഡിലുള്ള അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹിമാലയൻ റീജിയൻ ആണ്. അപ്പോൾ അവിടെ വളരെ നല്ല രീതിയിലുള്ള എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ അർബൻ പ്ലാനിങ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബട്ട് അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഹോട്ടൽസ്, മാർക്കറ്റ്സുകൾ, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഡ്രെയിനേജസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതാണ് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഫ്ലാഷ് ഫ്ലഡുകൾ അവിടെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് സ്റ്റേറ്റ് ആൻഡ് സെൻട്രലിന്റെ ഗവൺമെന്റ് ആക്ഷൻസ് എന്തായിരുന്നു? ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി ഓർഡേഡ് ആക്സലറേറ്റഡ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഹോം മിനിസ്റ്റർ ആയിക്കോട്ടെ, അവിടുത്തെ സിറ്റുവേഷൻസ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ടും നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് നോക്കുകയാണെങ്കിൽ 2-3 പോയിന്റുകൾ. ഉത്തരാഖണ്ഡിൽ എന്തുകൊണ്ട് ഇത്ര ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്നു? ഹിമാലയത്തിലെ ഏറ്റവും സെൻസിറ്റീവായ റീജിയനിലാണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻ ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഡിസാസ്റ്റർ റെസ്പോൺസുകൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഷേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ദെൻ നിങ്ങൾക്ക് ന്യൂസ് ഓഫ് ദി ഡേ ആയിട്ട് വേണമെങ്കിൽ ദ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ അതുപോലെ തന്നെ SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഇനി DDRF ഉണ്ടാക്കുക, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ആൻഡ് NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഓക്കെ, സോ ഇതിനെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് ഓഫ് ദി ഡേ ആയിട്ട് സെലക്ട് ചെയ്യാം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ടെക്നോക്രാറ്റിക് കാൽക്കുലസ് ഓഫ് ഇന്ത്യാസ് വെൽഫെയർ സ്റ്റേറ്റ്. അപ്പം കുറച്ച് ഫിലോസഫിക്കൽ ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഈ ആർട്ടിക്കിൾസിന്റെ ക്രക്സ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, മോറോവർ കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് നോക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു അൽഗോരിതമായിട്ടാണ് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ വെൽഫെയർ സ്റ്റേറ്റ്? ഇപ്പൊ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്, മേ ബി ഒരു കൺട്രി അല്ലെങ്കിൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ആ സ്റ്റേറ്റിലുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായുള്ള ആക്ടിവിറ്റീസിൽ ആവശ്യമായുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നൽകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് എല്ലാ ആളുകൾക്കും ഒരേപോലെ കാര്യങ്ങൾ ലഭിക്കുന്നു, എല്ലാവർക്കും ആക്സസിബിലിറ്റി, സോ എൻ്റയർ കാര്യങ്ങൾ ഒരുപോലെ ലഭിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ഈ വെൽഫെയർ ആക്ടിവിറ്റീസുകൾ, അപ്പം എങ്ങനെയാണ് വെൽഫെയർ ആക്ടിവിറ്റീസുകൾ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗവൺമെന്റിന്റെ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെൻഷൻ, ഈ കാര്യങ്ങളൊക്കെ DBT ആണ്, ഡയറക്റ്റ് ബെനിഫിഷ്യറിക്ക് ഗവൺമെന്റ് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഇന്റർമീഡിയറ്റ് ഏജന്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പം ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നു. ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ ആളുകളും വെൽഫെയർ ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ സമയത്താണ് നമ്മൾ ഇതിനെ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ബട്ട് നിലവിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ്, സോ വെൽഫെയർ സ്റ്റേറ്റ് മീൻസ് ഒരു സ്റ്റേറ്റിലെ എല്ലാ ആളുകൾക്കും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ലഭിക്കുന്നു, അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇക്വിറ്റി ബേസിൽ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വെൽഫെയർ ആക്ടിവിറ്റീസുകൾ ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി ഡയറക്ട്ലി ഗ്രാമസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വഴി ഡയറക്ട്ലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ബട്ട് മോഡേണൈസേഷൻ വന്ന സമയത്ത്, ദാറ്റ് മീൻസ് എസ്പെഷ്യലി ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയ വന്ന ശേഷം ഡിജിറ്റലൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ ഡെലിവറി ആക്ടിവിറ്റീസുകൾ ഡിജിറ്റൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യസ് വെൽഫെയർ സ്റ്റേറ്റ് ഈസ് റാപ്പിഡ്ലി ട്രാൻസിഷനിങ് ടു എ ഡാറ്റ ഡ്രിവൺ ടെക്നോക്രാറ്റിക് മോഡൽ. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി നമ്മൾ അൽഗോരിതമാറ്റിക് അല്ലെങ്കിൽ ഓൺലൈൻ ബേസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വെൽഫെയർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി. ഫോർ എക്സാമ്പിൾ 1 ബില്യൺ ആധാർ എൻറോൾമെന്റ് ആണ് ഇന്ത്യയിൽ നിലവിൽ നടന്നിട്ടുള്ളത്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇന്റഗ്രേഷൻ ആൻഡ് 36 ഗ്രീവിയൻസ് പോർട്ടൽ and the aim is to maximize efficiency, coverage, eliminate leakage and ghost beneficiary, but these reforms come with new governance challenge.
അതായത് ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഓട്ടോമേറ്റഡ് ആക്കിയതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാം, ഡിലേസ് കുറക്കാം, എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് കവറേജ് എത്തിക്കുക, അതുപോലെ തന്നെ ലീക്കേജസുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജസുകൾ ഒഴിവാക്കുക, റെഡ് ടൈപ്പിസം, അതുപോലെ തന്നെ കറപ്ഷൻ, ഇതിൻ്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കറപ്ഷൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗോസ്റ്റ് ബെനിഫിഷ്യറീസിനെ ഒഴിവാക്കുക. വാട്ട് ഈസ് ഗോസ്റ്റ് ബെനിഫിഷ്യറീസ്? അതായത് ഓൾറെഡി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, ബട്ട് അദ്ദേഹം എക്കണോമിക്കലി ഒരു സൗണ്ടഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും ആവശ്യമായുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഗോസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു എലിജിബിൾ അല്ല, ഒരു ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഷൻസ് ലഭിക്കാൻ അദ്ദേഹം എലിജിബിൾ അല്ല, ബട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഗോസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വളരെ നല്ല ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നെങ്കിൽ പോലും പുതിയൊരു ഗവേണൻസ് ചലഞ്ചസ് കൊണ്ടുവരികയാണ്. ഷിഫ്റ്റ് ഫ്രം റൈറ്റ് ബേസ്ഡ് ടു ടെക്നോ സെൻട്രിക് വെൽഫെയർ. അതായത് ഒരു കമ്മ്യൂണിറ്റി, ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്മ്യൂണിറ്റി എടുക്കുകയാണ്, മേ ബി ആ കമ്മ്യൂണിറ്റിക്ക് എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കാം, ബട്ട് അവര് കാറ്റഗറി വൈസ് ഒരു ജനറൽ കാറ്റഗറി ആയിരിക്കാം. ബട്ട് കംപ്ലീറ്റ്ലി നമ്മൾ അൽഗോരിതമൊക്കെ ആയി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെക്നിക്കലായി നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ആളുകൾ മേ ബി കാസ്റ്റ് വൈസ് അവർ ജനറൽ ആയിരിക്കാം. ബട്ട് നമ്മുടെ അൽഗോരിതം, ദാറ്റ് മീൻസ് നമ്മളൊരു ഓൺലൈൻ വഴിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ, നമ്മളൊരു എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ എക്കണോമിക്കലി ഭയങ്കര വീക്കർ ആയിരിക്കും, ബട്ട് കാറ്റഗറി വൈസ് അവർ വളരെ എന്താണ് ഹയർ കാറ്റഗറി ആയിരിക്കും. അപ്പം ടെക്നിക്കലി ഉള്ള ഒരു റോബോട്ടിക് സെൻസിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യില്ല, ഇത് സെൻസ് ചെയ്യില്ല, ഇവരുടെ എക്കണോമിക്സ് ലിവറേജസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഷിഫ്റ്റ് ഫ്രം റൈറ്റ് ബേസ്ഡ് ടു ടെക്നോ സെൻട്രിക് വെൽഫെയർ. വെൽഫെയർ ഡെലിവറി ഹാസ് പിവറ്റഡ് ഫ്രം ആസ്കിംഗ് ഹു ഡിസർവ് സപ്പോർട്ട് ആൻഡ് വൈ. അപ്പൊ വെൽഫെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കാണ് ആവശ്യകത ഉള്ളത്, അതുപോലെ തന്നെ ആർക്കാണ് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി വെൽഫെയർ എന്ന് പറയുന്നത്. ടു ഫോക്കസിംഗ് പ്രൈമർലി ഓൺ മിനിമൈസിംഗ് ലീക്കേജ് ആൻഡ് മാക്സിമൈസിംഗ് മെഷറബിൾ കവറേജ്. ഓക്കെ, നമ്മളിപ്പം അൽഗോരിതമിക്, ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ ബേസ്ഡ് ആവുന്ന സമയത്ത് ഇത്തരത്തിൽ ആർക്കാണ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പേപ്പർ വൈസ് മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഒരിക്കലും എന്താണ് ഒരു റിയാലിറ്റി സെൻസിൽ നമുക്കിത് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല. എഫിഷ്യൻസി വേഴ്സസ് ഡെമോക്രാറ്റിക് നോംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ-ശ്രം പോർട്ടൽ, ഓക്കെ, ജോലി നൽകുന്നതിന്റെ പോർട്ടലാണ് ഇ-ശ്രം പോർട്ടൽ. അതുപോലെ തന്നെ PM കിസാൻ. ഇതൊക്കെ ഒരു യൂണി ഡയറക്ഷണൽ അപ്രോച്ചാണ്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടീമിൽ. ഫോർ എക്സാമ്പിൾ ഒരു 10 lakh rupees ഉള്ള ഒരു മന്ത്ലി സാലറി ഉള്ള ഒരാളെന്ന് കരുതുക. അവർക്ക് PM കിസാൻ മുഖേന അവർ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഇത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ അടുത്ത് പോയിട്ടാണ് നമ്മൾ ഡയറക്ട്ലി വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ഡയറക്ട്ലി ആ ഒരു ഓഫീസർ മനസ്സിലാക്കുന്നു. ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ നമ്മൾ അക്ഷയ സെന്റേഴ്സ് വഴിയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫീസേഴ്സിന് മുന്നിൽ എന്താണ് ലഭിക്കുന്നത്, ഓഫീസേഴ്സിന് മുന്നിൽ ബേസിക് ആയിട്ട് അവരുടെ മുന്നിൽ കുറച്ച് പേപ്പേഴ്സ്, ഓൺലൈനിൽ കുറച്ച് പേപ്പേഴ്സ് ലഭിക്കുന്ന പേപ്പേഴ്സ് വെരിഫൈ ചെയ്യുന്നു, ഡിജിറ്റലി സൈൻ ചെയ്ത് കൊടുക്കുന്നു. ബട്ട് റിയാലിറ്റി നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറ്റയർ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം, NCL അല്ല എന്തെങ്കിലും തീരുമാനം നടത്തിയാണെന്നുള്ള കണ്ടീഷൻസ്. അതാണ് ഞാൻ ആർട്ടിക്കിളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഡിജിറ്റലൈസ് ചെയ്യാം കാര്യങ്ങളൊക്കെ, ബട്ട് ഡിജിറ്റലൈസേഷനിൽ നിന്ന് മാറിയിട്ട് നമ്മളെ നോർമൽ റിയാലിറ്റി ബേസിൽ നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ഡാറ്റ ഡ്രിവൺ സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ആളുകൾക്ക് ബെനിഫിഷ്യറിക്ക് എന്ത് നൽകുന്നു, ലോൺ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ മറ്റ് എസൻഷ്യൽസ് അവർക്ക് നൽകുന്നു. ദിസ് സിസ്റ്റം വൈൽ റെഡ്യൂസിങ് ഫ്രോഡ് ആൻഡ് സ്ട്രീം ലൈനിങ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇതിന്റെ ഇടയിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രോഡ് ആക്ടിവിറ്റീസ് നമുക്ക് കുറക്കാൻ സാധിക്കും. അത് ഇന്റർമീഡിയറ്റ്സ് വാങ്ങുന്ന ഇപ്പം കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ചിലപ്പം എന്താണ് കൈക്കൂലിയൊക്കെ വാങ്ങിയെന്ന് വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. എറേഴ്സ് നമുക്ക് കുറക്കാൻ സാധിക്കും, നൽകുന്നതിന്റെ എറേഴ്സ് നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും, എത്ര പേർക്ക് കൊടുത്തു എന്നുള്ള സെൻട്രൽ ഡാറ്റാ ബേസ് നമുക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. അപ്പം ലെജിറ്റിമേറ്റ് ബെനിഫിഷ്യറീസ് മിസ് ചെയ്യുന്നതൊക്കെ മേ ബി കൂടാൻ സാധ്യതയുണ്ടായിരിക്കും, കാരണം കംപ്ലീറ്റ്ലി പേപ്പർ വൈസ് ആണ്. ഓക്കെ, ഓപ്പൺ ലാക്ക് മെക്കാനിസം ഓഫ് ന്യൂആൻസ്ഡ് എക്സ്റ്റൻഷൻസ് ആൻഡ് അപ്പീൽസ്. അപ്പം ആക്ച്വലി ഉള്ള ബെനിഫിഷ്യറീസ് മേ ബി ചിലപ്പോൾ മിസ് ആവാം കംപ്ലീറ്റ്ലി, കാരണം ടെക്നിക്കൽ എറേഴ്സ് സംഭവിക്കാം. And algorithmic installations and accountability concerns. The massive digitalization leads to algorithmic installations. That means completely നമ്മൾ ഡിജിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സ് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും.
അതായത് ഒരു ഗവൺമെന്റിലേക്ക് നമ്മൾ എന്താണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, ഗവൺമെന്റ് നമുക്ക് സാങ്ഷൻ ചെയ്യുന്നു. കംപ്ലീറ്റ്ലി അൽഗോരിതമിക് ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആകുന്ന സമയത്ത് പ്രോസസ്സ് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ബട്ട് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ഫ്രം പൊളിറ്റിക്കൽ ആൻഡ് സിറ്റിസൺസ് അക്കൗണ്ടബിലിറ്റി. അതായത് പൊളിറ്റീഷ്യൻസിന്റെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളായിരിക്കുന്നത് കരുതാം. ഓക്കെ, അദ്ദേഹം എക്കണോമിക്കലി വളരെ വൾണറബിൾ ആണ്. അദ്ദേഹത്തിന് ഒരു 10 lakh ഒരു ഫണ്ട് ചിലപ്പം ഗവൺമെന്റ് അടുത്ത് അനുവദിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എന്തായാലും ലഭിക്കുന്നത് ഇദ്ദേഹം ജനറൽ കാറ്റഗറി ആണെന്നുള്ള ഡാറ്റാസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഒരിക്കലും ആ ഒരു റീജിയനിലുള്ള ഫോർ എക്സാമ്പിൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കാൻ പറയുന്നത് ഇവരുടെ കണ്ടീഷൻസ് വളരെ പൂർ ആണ് എന്നുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി അറിയിക്കാൻ സാധിക്കില്ല. ബിക്കോസ് കംപ്ലീറ്റ്ലി അൽഗോരിതമിക് ആണ്. അപ്പോൾ ഒരു ഇൻസുലേഷൻ കൊടുക്കുകയാണ്. ഒരു റിയൽ കൺസേൺസ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഓക്കെ, സെൻട്രലൈസ്ഡ് കംപ്ലൈൻസ് പോർട്ടൽ പ്രോസസ് ഹ്യൂജ് വോളിയംസ്. ദാറ്റ് മീൻസ് കംപ്ലൈന്റ് പോർട്ടൽസ്. ഇപ്പോൾ സെൻട്രലൈസ് രീതി ഇങ്ങനത്തെ ഈ ഡിജിറ്റൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് കംപ്ലൈന്റ് പോർട്ടൽസുകൾ ഗവൺമെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ കംപ്ലൈന്റ് പോർട്ടൽസിലൊക്കെ ഒരുപാട് കേസുകൾ വന്ന് കെട്ടിക്കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു റിയൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് അതൊരു അൽഗോരിതമിക് ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ നമുക്കൊരു ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആരോട് പറയാൻ സാധിക്കും? നമ്മൾ ജസ്റ്റ് ഒരു പോർട്ടലിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമേ സാധിക്കൂ. ബട്ട് ആ കംപ്ലൈന്റ് ആവശ്യമായിട്ടുള്ള ഒരു റിഡ്രസൽ മെക്കാനിസം അല്ലെങ്കിൽ കുറവായിരിക്കും. പിന്നെ ഡിക്ലൈനിങ് ഫിസിക്കൽ കമ്മിറ്റ്മെന്റ് ടു സോഷ്യൽ വെൽഫെയർ. Despite claims of expanded coverage, India's social sector spending has declined. അപ്പം ഡിജിറ്റൈസേഷൻ വന്നതിന് ശേഷം ഗവൺമെന്റ് ഒക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കവറേജ് അല്ലെങ്കിൽ ഏകദേശം എല്ലാ ആളുകളെയും നമ്മുടെ ആംബിറ്റിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഞങ്ങൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്നു എന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത്. ബട്ട് കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിന്റെ സ്പെൻഡിങ് സോഷ്യൽ സെക്ടേഴ്സിലേക്കുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് 2014 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21% നിന്ന് 17% കുറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വിത്ത് കീ ഗ്രൂപ്പ്സ് മൈനോറിറ്റീസ്, ന്യൂട്രീഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് മൈനോറിറ്റീസിന്റെ എന്താണ് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലൈന് വേണ്ടിയിട്ടോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്കോ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വളരെ കുറവാണ്. 2021% ഓഫ് GDP നിന്ന് 17% നമ്മൾ സ്പെൻഡിങ് കുറക്കുകയാണ്. ദാറ്റ് മീൻസ് ഷാർപ്പസ്റ്റ് ഡിക്ലൈൻ ആണ്. ഗവൺമെന്റ് അവകാശപ്പെടുന്നത് ഞങ്ങൾ ഡിജിറ്റൈസേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് കവറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോളിസിനകത്ത്. ബട്ട് ഇൻ റിയാലിറ്റി അത്രത്തോളം ആളുകളെ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം. ഒരുപാട് ബാക്ക്ലോസുകൾ RTA ആക്ട് പ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരുപാട് ഗ്രീവിയൻസ് പോർട്ടൽസുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പോർട്ടലുകളൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ വന്ന് കിടക്കുകയാണ്. ബട്ട് ഒരുപാട് മാസീവ് ബാക്ക്ലോസുകളാണ് RTA പോർട്ടൽസുകളും മറ്റ് ഗ്രീവിയൻസ് പോർട്ടലുകളും ഉള്ളത്. അപ്പോൾ ഒരിക്കലും ആ പോർട്ടൽസിലേക്ക് ലഭിക്കുന്ന കംപ്ലൈൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ആൻസേഴ്സ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പലപ്പോഴും ഡിലേ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പബ്ലിക്കിനെ കാര്യമായി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ പബ്ലിക്കിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഗവൺമെന്റ് ആവശ്യമായുള്ള സൊല്യൂഷൻ കൊടുക്കുന്നില്ല. അതിന് ലെസൺസ് ആൻഡ് റെക്കമെൻഡേഷൻ. എന്തൊക്കെ റെക്കമെൻഡേഷൻ നമുക്ക് നൽകാൻ സാധിക്കും? അപ്പോൾ കോൾസ് ആർ മെയ്ഡ് ഫോർ ഗ്രേറ്റർ റിഫ്ലെക്സിവിറ്റി, മോർ ട്രാൻസ്പെറന്റ് ഡാറ്റ ഓഡിറ്റ്സ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ഓഡിറ്റ്സുകളും ഡിജിറ്റൈസേഷൻ അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ഓഡിറ്റ്സുകൾ കൊണ്ടുവരണം. ഐഡിയലി ബൈ ഇൻഡിപെൻഡന്റ് ഓർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്. ദാറ്റ് മീൻസ് ഡാറ്റ ഓഡിറ്റ്സ് എടുക്കേണ്ടത് ഓൺലൈനിൽ ലഭിക്കുന്ന ഡാറ്റാസുകൾ മാത്രം എടുത്ത് ഓഡിറ്റ് ചെയ്യണമെന്നല്ല. ഐഡിയലി അല്ലെങ്കിൽ റിയാലിറ്റി ചെക്ക് നോക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രാമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമസഭകളോട് ചോദിക്കാം. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി സേഫ് ഗാർഡ്സ് ലൈക്ക് ഗ്രാമസഭാസ് അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി, സോ ഇതിലേക്ക് വെച്ചിട്ട് റിയാലിറ്റി ചെക്ക് നടത്തി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓൺലൈൻ വഴി നമുക്ക് ട്രാൻസാക്ഷൻസ്, ഓൺലൈൻ വഴി നമുക്ക് ബെനിഫിറ്റ്സ് ലഭിക്കുന്ന സമയത്തും അല്ലാതെ ഓഫ്ലൈൻ വഴി നമ്മൾ ഡയറക്റ്റ്ലി പഞ്ചായത്തിലോ മറ്റെവിടെയെങ്കിലും പോയിട്ട് വാങ്ങുന്ന സമയത്തും ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് എത്രത്തോളമാണ്, ഓൺലൈൻ ആണോ എഫിഷ്യന്റ് അല്ലെങ്കിൽ റിയാലിറ്റി ആണോ എഫിഷ്യന്റ് എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ബിറ്റ്വീൻ അൽഗോരിതമിക് ആൻഡ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ഒരു 10 ലക്ഷത്തിന്റെ ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ടുണ്ട്, ഒരു പൈസ ആവശ്യമായിട്ടുണ്ട്. ബട്ട് ഓൺലൈനിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ജനറൽ കാറ്റഗറിയാണ്, ഇദ്ദേഹത്തിന് മറ്റ് കണ്ടീഷൻ അറിയേണ്ട, ഓൺലൈൻ പോർട്ടൽ അത് ക്യാൻസൽ ചെയ്യും. ബട്ട് റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പറിന് മനസ്സിലാവും ഇദ്ദേഹം വളരെ വൾണറബിൾ സിറ്റുവേഷനിലാണ്, അദ്ദേഹം പോയിട്ട് ചിലപ്പോൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ആ ഒരു രണ്ട് കണ്ടീഷൻസും ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് കുറവാണ് അൽഗോരിതമിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, ഇത് എത്തിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗവേണൻസിൽ എഴുതാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആട്ടോ. ദർ ഈസ് എ റിസ്ക് ദാറ്റ് ഹാർഡ് ടെക്നോക്രാറ്റിക് സിസ്റ്റം വൈൽ റെഡ്യൂസിംഗ് ലീക്കേജസ് ക്യാൻ ആംപ്ലിഫൈ മാർജിനലൈസേഷൻ ഇഫ് നോട്ട് കമ്പൈൻഡ് വിത്ത് റോബസ്റ്റ് ഫോൾ ബാക്ക് മെക്കാനിസം.
അതായത് ഈ ടെക്നോക്രാറ്റിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലീക്കേജസ് കുറയും, ട്രാൻസ്പെറന്റ് ആയിരിക്കും, കറപ്ഷൻസ് ഒക്കെ കുറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫോൾ ബാക്ക് മെക്കാനിസംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഈ ഒരു അംബിറ്റിൽ നിന്ന് പുറത്താക്കപ്പെടാം. ഓക്കെ, ദാറ്റ് മീൻസ് പീപ്പിൾസിന്റെ ഒന്നും ഒരു വോയിസ് കേൾക്കാൻ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലോട് പോയിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് നമ്മളൊരാൾ വിളിച്ച് പറയുന്ന പോലെയല്ല കമ്പ്യൂട്ടറിൽ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഈ ടെക്നോക്രാറ്റിക് ഹഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ടിക്കിൾസ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. കുറച്ചുകൂടി ഒരു സൈക്കോളജിക്കൽ സെൻസിൽ അല്ലെങ്കിൽ എത്തിക്കൽ സെൻസിൽ മാത്രമേ ഈ ആർട്ടിക്കിൾസിനെ കാണാൻ ശ്രമിക്കുക. പോയിന്റുകളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, സോ അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് മാത്രം എഴുതാൻ ശ്രമിക്കുക. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, 80 years ഫ്രം ഹിരോഷിമ. സോ ടുഡേ August 6 ഹിരോഷിമ അറ്റാക്കിന്റെ 80 years ആവുകയാണ്. അപ്പോൾ അതിന് ഹിസ്റ്റോറിക് കണ്ടക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ at 8:15 AM on August 6, 1945 the US detonated a nuclear bomb over Hiroshima, causing at least 70,000 immediate deaths. Another 70,000 died from injuries and radiation by year end. That means 3 years later a second bomb was dropped on Nagasaki, killing around 40,000 instantly. സോ ജപ്പാനിൽ നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള 2 ന്യൂക്ലിയർ അറ്റാക്ക് ആയിരുന്നു US-ന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. 1945 August 6 രാവിലെ 8:15 സമയത്ത് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബോംബ്, ഒരു ന്യൂക്ലിയർ ബോംബ് US ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലോഞ്ചിങ്ങിന് ശേഷം 70,000 ഡെത്ത് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 70,000 ആളുകൾ വീണ്ടും ആ ഒരു August 6 ശേഷം ഇയർ എൻഡ് ആവുന്ന സമയത്തുള്ള 70,000 പേര് വീണ്ടും റേഡിയേഷൻ മൂലം മരിച്ചിട്ടുണ്ടായിരുന്നു. 3 years 1945 ശേഷം വീണ്ടും ഓക്കെ സോറി ഫോർ ദ ടെക്നിക്കൽ ഗ്ലിച്ചസ്. അപ്പം ജപ്പാനില് വർഷിച്ച 2 ആറ്റം ബോംബ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം August 4 ഹിരോഷിമ ന്യൂക്ലിയർ ബോംബ് അറ്റാക്കിന് ഏകദേശം 80 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. സോ അതിനുശേഷം ഇന്നേ വരെ നോ ന്യൂക്ലിയർ വെപ്പൺസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ കോൺഫ്ലിക്ട്. അതിനുശേഷം 1945 ശേഷം ഒരു രാജ്യങ്ങളും, ഇവൻ ദോ പല രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ ആംസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രാജ്യങ്ങളും കോൺഫ്ലിക്ട് സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്തിട്ടില്ല. Although the number and sophistication of nuclear armed states have increased. That means currently nuclear arsenals currently 1 to 9 states, അതായത് ലോക രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് 1 മുതൽ 9 രാജ്യങ്ങളുടെ അണ്ടറിൽ ഈ ന്യൂക്ലിയർ ആർസനൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇതിൽ നോം ഓഫ് നോൺ യൂസ് എന്നിരുന്നാൽ പോലും നോം ഓഫ് നോൺ യൂസ് അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു നോം അവിടെ നിലനിൽക്കുന്നുണ്ട്, പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺ ലോകരാജ്യങ്ങൾക്ക് 9 സ്റ്റേറ്റ്സിന്റെ അടുത്ത് വരെയുള്ള രാജ്യങ്ങൾക്ക് ആരുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പോലും അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് നോ ഫസ്റ്റ് യൂസ് പോളിസി. അതായത് ആദ്യമായിട്ട് ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ A and B എന്ന് പറഞ്ഞ 2 കൺട്രീസ് ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്ത് ഒരു നോ ഫസ്റ്റ് യൂസ് പോളിസി ഉണ്ട്. നോ ഫസ്റ്റ് യൂസ് പോളിസി ദാറ്റ് മീൻസ് എത്ര വലിയ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും ആദ്യം തന്നെ നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യരുത്. ആരും നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യരുത്. വൺസ് ഏതെങ്കിലും രാജ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആളുകൾക്ക് ഡിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതാണ് നോ ഫസ്റ്റ് യൂസ് പോളിസി. അപ്പം ഫസ്റ്റ് ആരും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ആരും യൂസ് ചെയ്യില്ലല്ലോ. ഓക്കെ, എല്ലാ രാജ്യങ്ങളും ഇതിന്റെ ഒബ്ലിഗേറ്റഡ് ആണ്. But recent geopolitical tensions, technological advances and shifting expectations are testing these restraints. Modern weapons are more deadly and have versatile deployment capabilities. അപ്പം നിലവിലുള്ള വെപ്പൺസുകൾ വളരെ versatile ആണ്. അപ്പം ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരുപാട് വെപ്പൺസുകൾ, ബയോ വെപ്പൺസുകൾ, ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിംഗ് ഇന്റർനാഷണൽ ആങ്സൈറ്റി ഓവർ പൊട്ടൻഷ്യൽ എസ്കലേഷൻ ആൻഡ് ആക്സിഡൻസ്. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ഇറാന്റെ ഒരു ന്യൂക്ലിയർ പ്രൊലിഫറേഷനെതിരെ അമേരിക്ക സംസാരിച്ച ന്യൂസുകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർനാഷണൽ ആങ്സൈറ്റികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ ആക്സിഡൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ലെസൺ ഫ്രം 1945 സർവൈവർ ടെസ്റ്റിമണി. അപ്പം ഇനീഷ്യൽ കേസിൽ ഈ ഒരു ഹിരോഷിമയിൽ ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് വർഷിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ആരും ഒന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ ഒക്യുപ്പേഷനിലാണ് ഉണ്ടായിരുന്നത് ഇനീഷ്യൽ ഫേസിൽ. ഓക്കെ, ഇനീഷ്യൽ ഫേസിൽ അമേരിക്കയുടെ ഒക്യുപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഹിരോഷിമ അറ്റാക്കിന് ശേഷം, ന്യൂക്ലിയർ ബോംബ് അറ്റാക്കിന് ശേഷം എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊന്നും പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സർവൈവർ ഓർ ഹിബാകുഷ ഹാവ് അഡ്വക്കേറ്റഡ് ഫോർ ദ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ ആംസ്.
അപ്പോൾ ന്യൂക്ലിയർ ആംസ് അല്ല ന്യൂക്ലിയർ വെപ്പൺസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ ഡെത്ത് ടോളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ലെവലിലായിരുന്നു അന്ന് പുറത്ത് വന്ന ന്യൂസുകൾ. ബട്ട് ഹിരോഷിമ സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എലിമിനേഷൻ. അപ്പൊ സർവൈവേഴ്സ് പറഞ്ഞു ന്യൂക്ലിയർ ആംസ് കംപ്ലീറ്റ്ലി ലോകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അതായിരുന്നു ന്യൂക്ലിയർ ആംസിനെതിരെയുള്ള ഫസ്റ്റ് ഒരു എന്താണ് ഒരു കൺട്രോളിംഗ് മെഷേഴ്സ് ഇന്റർനാഷണൽ അറേനയിൽ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. Their moral stance significantly shaped global anti-nuclear statements. അപ്പോൾ ഇനീഷ്യലി ഹിരോഷിമയിലാണെങ്കിൽ സർവൈവേഴ്സിന്റെ ഒരു സെന്റിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഇന്റർനാഷണൽ സെന്റിമെന്റ് ആയിട്ട് ഒരു ആന്റി ന്യൂക്ലിയർ സെന്റിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. എന്നിരുന്നാൽ പോലും പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ പ്രൈഡിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ വെപ്പൺസുകൾ യൂസ് ചെയ്തിട്ട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അത് മറ്റു രാജ്യങ്ങളെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്നുള്ള കണ്ടീഷൻസിലാണ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Initially, there was suppression of information on bombing due to American occupation Japan, but survivor testimony later helped shape global security scrutiny and peace activism. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിരോഷിമയിൽ ഈ ന്യൂക്ലിയർ ബോംബ് അറ്റാക്ക് നടന്നതിന് ശേഷം അവിടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഒരു ജപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ കംപ്ലീറ്റ്ലി അമേരിക്കൻ ഒക്യുപ്പേഷനിലാണ്, ഒരു ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അതിന്റെ സർവൈവേഴ്സ് ആണ് ഈ ടെസ്റ്റിമണി നൽകിയിട്ടുണ്ടായിരുന്നത്, ലോകത്തിനോട് വിളിച്ചു പറയാണ് ഓക്കെ ദാറ്റ് മീൻസ് ഈ ഒരു കംപ്ലീറ്റ്ലി ന്യൂക്ലിയർ ആംസ് എലിമിനേറ്റ് ചെയ്യണം, ഇത്രത്തോളം ഡേഞ്ചേഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതാണ് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആന്റി ന്യൂക്ലിയർ സെന്റിമെന്റ് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരുന്നതിന്റെ മെയിൻ കാര്യം. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂക്ലിയർ ഗവേണൻസ്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ഓഫ് ന്യൂക്ലിയർ ഗവേണൻസിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ 2-3 പോയിന്റുകൾ നോക്കുക. നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ആൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി NTBT. ഓക്കെ, നിങ്ങൾക്ക് ന്യൂസ് ഓഫ് ദി ഡേ ആയിട്ട് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്താണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഇന്റർനാഷണൽ ലെവലിലുള്ള 2 ട്രീറ്റികളാണ് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയും ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയും. അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യുന്നതും ബാൻ ചെയ്തിട്ടുണ്ട്, NTBTയും NPTയും. The Treaty on Prohibition of Nuclear Weapons 2070 aims for a total ban but has not seen signed by most nuclear states. അതായത് 2017 ഇറങ്ങിയിരിക്കുന്ന മറ്റൊരു ട്രീറ്റി ആയിരുന്നു പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അതായത് കംപ്ലീറ്റ്ലി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാതിരിക്കുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക ന്യൂക്ലിയർ വെപ്പൺസ്. ബട്ട് പല രാജ്യങ്ങൾ പോലും ഇവൻ ദോ UNSCയിലുള്ള രാജ്യങ്ങൾ പോലും ആ പറഞ്ഞിട്ടുള്ള ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് has not been signed by most nuclear states. Legal opinions. International Court of Justice ICJ 1996 പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഫോർ ഗുഡ് ഫെയ്ത്ത്. അതായത് ഡിസാം ചെയ്യുക, എല്ലാ രാജ്യങ്ങളും ഡിസാം ചെയ്യുക. ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ആംസ് ഒക്കെ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഗുഡ് ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ലീഗൽ ഒപ്പീനിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രോഗ്രസ് ഈസ് സ്ലോ ആൻഡ് ഫ്രജൈൽ. അടാ ആ ഒരു ഗുഡ് ഫെയ്ത്തിലേക്കുള്ള ഡിസ്ആർമമെന്റിലേക്കുള്ള പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. ഓക്കെ, ഒരു രാജ്യങ്ങളും ഇത് അംഗീകരിക്കുന്നില്ല, പ്രൊഹിബിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് അംഗീകരിക്കുന്നില്ല. സയന്റിഫിക് ആൻഡ് പോളിസി ലെസൺസ്. The 1954 Castle Bravo US thermonuclear test accidentally exposed the Japanese fishing vessels to fallout. 1954 കാസിൽ ബ്രാവോ US-ന്റെ ഒരു തെർമോന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ജപ്പാൻ ഫിഷിംഗ് വെസൽ ഓൾറെഡി ന്യൂക്ലിയർ അറ്റാക്ക് സർവൈവ് ചെയ്ത ഫിഷിംഗ് വെസൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു രൂപവും കോലം കണ്ട ശേഷമാണ് നമുക്ക് ഇതിന്റെ ഒരു ലോങ് ടേം ഡേഞ്ചേഴ്സ്, അതായത് ന്യൂക്ലിയർ ബോംബ് വർഷിക്കുന്ന സമയത്ത് ആ സമയത്ത് മാത്രമല്ല ഒരു ലോങ് ടേമിലേക്കും വളരെ വലിയൊരു ഡേഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുമെന്ന് മനസ്സിലാക്കി, ഈവൻ ഇൻ നോൺ കോമ്പാക്ട് സിനാരിയോസ്. Okay, the expanding awareness led to public movements, global treaties, Nobel recognition for anti-nuclear activities, and reflection on deterrent functions of nuclear arms. Persistent risks and contemporary debates. The development of tactical or usable nuclear weapons, evolving military doctrines, and ambiguous threshold for their use and complexity to arms control. ഇനി നമുക്കിതിൽ 2-3 പോയിന്റുകൾ നമുക്ക് ഇനി നോക്കാനുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. എസ്പെഷ്യലി പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കയ്യിലാണ് ന്യൂക്ലിയർ ബോംബ്സിന്റെ ഒക്കെ കീ ഉള്ളത്. അപ്പൊ അവരുടെ കമന്റിനനുസരിച്ചിരിക്കും മറ്റു രാജ്യം ഈ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് അറ്റാക്ക് ചെയ്യണോ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, രാജ്യങ്ങളുടെ തലവൻ തീരുമാനിച്ചാൽ മതി ഒരു രാജ്യത്തിന്റെ മുകളിൽ ഒരു ന്യൂക്ലിയർ ബോംബ് വർഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലിമിറ്റഡ് ന്യൂക്ലിയർ ഓപ്ഷൻസ്, ത്രെറ്റ്സ് ഓഫ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ. പല രാജ്യങ്ങളും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് പറയും ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഇപ്പൊ യൂസ് ചെയ്യും തന്നെ മറ്റു രാജ്യത്തിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The role of survivor testimony continues to shape disclosure. അതായത് ഹിരോഷിമ അറ്റാക്കിന് ശേഷം ഉണ്ടായിരിക്കുന്ന സർവൈവേഴ്സിന്റെ ടെസ്റ്റിമണി ഇപ്പോഴും ഗ്ലോബൽ ലെവലിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ്
കോൾ ഫോർ ട്രാൻസ്പെറൻസി, എത്തിക്കൽ ഗവേണൻസ് ആൻഡ് ഗ്ലോബൽ ഡിസ്ആർമമെന്റ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, കംപ്ലീറ്റ്ലി ലോകത്ത് നിന്ന് ന്യൂക്ലിയർ വെപ്പൺസ് തുടച്ചു മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് NPT എന്താണ്, NTBT എന്താണ്, അതുപോലെ തന്നെ നോ ഫസ്റ്റ് യൂസ് പോളിസി എന്താണ്, നോൺ യൂസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇല്ലാത്തത് കൊണ്ട് അത് എടുക്കുന്നില്ല. ദാറ്റ് മീൻസ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രോഡ് പേപ്പേഴ്സ്, സയന്റിഫിക് റിസർച്ചിൽ ഫ്രോഡ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ച് ഒന്നും ഇല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഈ പബ്ലിഷിംഗ് ജേർണൽസ് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്രോഡുലന്റ് ആയിട്ടുള്ള റിസർച്ച് മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യുന്നത്, പ്രോപ്പർ റിസർച്ച് ഒന്നും ചെയ്യാതെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള കുറച്ച് റിസർച്ച് മെറ്റീരിയൽസ് പുറത്ത് വിടുന്നു. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെയാണ് ഈ ഒരു ജേർണൽസിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ജേർണൽസിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് കരുതിയിട്ട് ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തും, ഒരുപാട് ഫണ്ട് എക്സോസ്റ്റ് ആവുന്നു. പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ജേർണൽസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാനിപ്പുലേറ്റ് ഉള്ള ഇമേജസ് ആയിരിക്കാം, AI ജനറേറ്റഡ് കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ റിസർച്ച് ജേർണൽസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഫ്രോഡുലന്റ് പേപ്പേഴ്സുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസിന്റെ ക്രക്സ് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്, ഏകദേശം 4 lakh fraudulent articles may have entered the scientific literature in the past 2 decades. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏകദേശം 4 ലക്ഷത്തോളം ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മുടെ സയന്റിഫിക് ലിറ്ററേച്ചർ, വേൾഡ് വൈഡുള്ള സയന്റിഫിക് ലിറ്ററേച്ചർ ബുക്കുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മെയിൻ കാര്യം പബ്ലിഷേഴ്സ് പറയും, റിസർച്ചറിനോട് പറയും നിങ്ങളത് ഔട്ട് ചെയ്ത് തരണം എന്ന് പറയും. അവർ പ്രോപ്പർ റിസർച്ചോ കാര്യങ്ങളോ ഇല്ലാതെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യും. മേ ബി ഒരു ഫെയിമിനായിരിക്കാം, മേ ബി പൈസക്കായിരിക്കാം, വാട്ട് എവർ. Okay, so our article അത്രമാത്രം നോക്കാനുള്ളൂ. Moving on to final article, India's presence amid a broken templates of geopolitics. GS 2 international relations and GS 3 security, economy and technology. Okay, so ഈ ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്ന റീസെന്റ് ആയിട്ട് ഇന്ത്യ റഷ്യ എനർജി ആൻഡ് മിലിറ്ററി ടൈ വന്ന സമയത്ത് അമേരിക്ക എന്ത് ചെയ്തു, US ഗവൺമെന്റ് നമുക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 25% താരിഫ് ഇൻക്രീസ് ചെയ്ത് സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബ്രോക്കൺ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരിക്കണം, ഇന്ത്യ ആരിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് ഐസൊലേഷൻ, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ഇന്ത്യ ഒരുപാട് ചലഞ്ചസുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ. എസ്പെഷ്യലി ദ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് remain reluctant to fully back India against Pakistan's support for UN designated terrorist. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവൻ US ഗവൺമെന്റ് ഒക്കെ നമ്മുടെ പാകിസ്ഥാൻ ടെറർ ഫ്രണ്ട് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് TRF-നൊക്കെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആവശ്യമായുള്ള സപ്പോർട്ട് നമ്മുടെ ആലീസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യ പലപ്പോഴും ഒരു ജിയോ പൊളിറ്റിക്സിനിടയിൽ വളരെ വലിയ ചലഞ്ചസുകളാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ TRF ഒക്കെ വർക്ക് ചെയ്യുന്നതും ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസുകൾ നടത്തുകയും ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഇവരൊക്കെ UN ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ് US, റഷ്യ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളൊക്കെ. ഇവരാരും നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടോ ഒരു ബാക്ക് സപ്പോർട്ടോ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ അത് വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പോസ് ദി റിയാലിറ്റി വിത്ത് ഇന്റർനാഷണൽ ഹെസിസ്റ്റൻസി ഇൻ കോളിംഗ് ഔട്ട് പാകിസ്ഥാൻ ഡിസ്പൈറ്റ് ക്ലിയർ എവിഡൻസ് ലിങ്കിങ് പാകിസ്ഥാൻ ടു പെഹൽഗാം ടെറർ അറ്റാക്ക്. അതായത് പാകിസ്ഥാൻ ഫണ്ടഡ് ആയിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്റർനാഷണൽ ലെവലിൽ ഒരു രീതിയിലുള്ള പാകിസ്ഥാനെ ഒരു കോളിംഗ് ഔട്ട് കണ്ടീഷൻസ് പാകിസ്ഥാനെതിരെ ഇന്റർനാഷണൽ അറേനയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു രാജ്യങ്ങൾ പോലും ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല, പാകിസ്ഥാനോട് അത് നിർത്തണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജിയോ പൊളിറ്റിക്സിൽ വളരെയധികം ചലഞ്ചസുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ US ആൻഡ് ഇറ്റ്സ് അലൈസ് വൈൽ സിമ്പത്തറ്റിക് ആഫ്റ്റർ ടെറർ ഇൻസിഡൻസ്. അപ്പൊ നമുക്കിതിരെ സിമ്പത്തി ഉണ്ടായിരുന്നു, US-നും നമ്മുടെ അലൈസിനും സിമ്പതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ TRF-ന് ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് അവരെ ഡെസിഗ്നേറ്റ് ചെയ്തു. ബട്ട് എന്നിരുന്നാൽ പോലും ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഫണ്ടിങ് നൽകുന്ന പാകിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മ്യാൻമാർ ആയിക്കോട്ടെ, ഇത്തരം രാജ്യങ്ങളോട്ട് ഒരു ക്ലോസർ ആയിട്ടുള്ള ടൈസ് ഈ പറഞ്ഞിരിക്കുന്ന US ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അലൈസ് ആയിക്കോട്ടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഫണ്ട് ചെയ്യുന്ന ആരാണ്? പാകിസ്ഥാനാണ് TRF-ന് ഫണ്ട് ചെയ്യുന്നത്. ഈ TRF-ന് ഓൾറെഡി US-ഓ അല്ലെങ്കിൽ മറ്റ് അലൈസോ എന്ത് പറഞ്ഞിട്ട് ഇത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, എന്നിരുന്നാൽ പോലും ഇത് ഡയറക്ട്ലി പാകിസ്ഥാനോട് പറയുന്നില്ല.
നിങ്ങൾ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നിർത്തണമെന്ന് പാകിസ്ഥാനോട് പറയുന്നില്ല. അവരെന്താ പറയുന്നത്? പാകിസ്ഥാനുമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈ ബന്ധമാണ് മുന്നോട്ട് വെക്കുന്നത്. Okay, in Bangladesh, US support for opposition forces and criticism for India's security stance has strained regional ties. Western support for military governments in Myanmar and for anti-India interests undermine India regional clout. അതായത് ഇവൻ നമ്മുടെ തൊട്ടടുത്തുള്ള മ്യാൻമാറിലുള്ള മിലിറ്ററിക്കാണെങ്കിൽ പോലും അതുപോലെ തന്നെ മ്യാൻമാറിന്റെ ആന്റി ഇന്ത്യ ഇൻട്രസ്റ്റിനാണെന്നുണ്ടെങ്കിൽ പോലും ആവശ്യമായുള്ള സപ്പോർട്ട് ആര് നൽകുന്നുണ്ട്? വെസ്റ്റേൺ ഗവൺമെന്റുകൾ, US, UK തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനൊക്കെ മ്യാൻമാറിന് സപ്പോർട്ട് നൽകുന്നതിന്, ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആന്റി ഇന്ത്യ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മ്യാൻമാറിനെ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രംപ് ഇറ പോളിസി ഹഡിൽസ്. അപ്പൊ ട്രംപ് വന്നതിന് ശേഷം former US President Trump imposed a tariff on Indian goods and opposed the use of ceasefire violation as a diplomatic tool. ദാറ്റ് മീൻസ് US പ്രസിഡന്റ് നമുക്ക് എന്തെങ്കിലും, അതായത് US ഗവൺമെന്റ് നമ്മൾ കാര്യമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരോടനെ തന്നെ താരിഫും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും. അത് റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കെതിരെ താരിഫ്, അതായത് നമ്മൾ റഷ്യയുമായിട്ടൊരു ടൈ വന്ന ശേഷം US ഗവൺമെന്റ് നമുക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ US moves such as tariff on Indian satellite and skepticism on of Indian security have added to India's diplomatic hurdles. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക് ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. റഷ്യ നമുക്ക് വേണം, US നമുക്ക് ആവശ്യമായിട്ടുണ്ട്. റഷ്യൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് US എന്ത് ചെയ്യും? US നമുക്ക് സാങ്ഷൻസ് നൽകുന്നു. അപ്പം റഷ്യൻ്റെ അടുത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്ക പറയുന്ന കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു ടൈസ്, ജിയോ പൊളിറ്റിക്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബട്ട് ആ ഒരു കണ്ടീഷൻസ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ട്രസ്റ്റ് ഇറോഷൻ വിത്ത് US and EU. അപ്പം ഓക്കെ, ട്രസ്റ്റ് ഇറോഷൻ വിത്ത് US and EU. US and European moves including lack of full partnership on securing regional stability in the wake of Galwan clash. അപ്പൊ US ആയിക്കോട്ടെ, യൂറോപ്യൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഒരു ഫുൾ പാർട്ണർഷിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഗാൽവാനിൽ നടന്നിരിക്കുന്ന അറ്റാക്ക് നമുക്കറിയാം, ഇന്ത്യ ചൈന ബോർഡറിൽ നടന്നിരിക്കുന്ന അറ്റാക്ക് ആയിരുന്നു ഗാൽവാൻ ഇൻസിഡന്റ്, ഗാൽവാൻ അറ്റാക്ക് എന്നുള്ളത്. അതിനുശേഷമാണെങ്കിൽ പോലും ഇന്ത്യയുടെ റീജിയണൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടും US അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻസോ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീപ്പർ ആയിട്ട് അവരിലേക്ക് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പലപ്പോഴും എന്താണ് ഒരു കോർഡിനൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത്. ഇന്ത്യസ് അറ്റംപ്റ്റ് ടു കോർഡിനേറ്റ് ഓൺ എനർജി സെക്യൂരിറ്റി വിത്ത് EU are hindered by EU sanctions on Russian fuel, while some EU nations continue to import Russian gas through exemptions. Even though യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ, യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ നല്ലൊരു ബന്ധത്തിലുള്ളത്. അപ്പം ഇന്ത്യ റഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ നമുക്ക് സാങ്ഷൻസ് നൽകുന്നു. ഈവൻ ദോ യൂറോപ്യൻ യൂണിയനുള്ള പല രാജ്യങ്ങളാണെങ്കിൽ പോലും റഷ്യയിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും സാങ്ഷൻസ് ഇല്ല. ബട്ട് ഇന്ത്യ റഷ്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, നമുക്കെതിരെ സാങ്ഷൻസ് നൽകുന്നു. അപ്പൊ ഇതിന് ഒരു ഇൻഫ്ലുവൻസ്, ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് ചൈന. ചൈനയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? ചൈന മെയിൻ ആയിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ടൈസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആരുമായിട്ട്? വെസ്റ്റേൺ. അപ്പൊ ചൈന ഡിപ്ലോമാറ്റിക് റിഫ്റ്റ് ഫ്രം വെസ്റ്റേൺ പവേഴ്സ് ഹാവ് ഗിവൺ ചൈന സ്പേസ് ടു എക്സ്പാൻഡ് ഇൻഫ്ലുവൻസ്. അതായത് ചൈനീസ് ബ്ലോക്ക്, ദാറ്റ് മീൻസ് ഒരു വെസ്റ്റേൺ ഈസ്റ്റേൺ ബ്ലോക്ക്, രണ്ട് പവർ ബ്ലോക്കുകളായിട്ടാണ് ഇപ്പം ലോക രാജ്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ചൈന ലീഡ് ചെയ്തിരിക്കുന്ന ഈസ്റ്റേൺ ബ്ലോക്കും അമേരിക്ക ലീഡ് ചെയ്യുന്ന ഒരു വെസ്റ്റേൺ ബ്ലോക്കും. അപ്പം ഈ ഒരു ടെസിൽസ് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ആണ് നടക്കുന്നുണ്ട്. ചൈന സ്പേസ് ടു എക്സ്പാൻഡ് ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യസ് നെയ്ബർഹുഡ്. അപ്പൊ ചൈന എന്താണ് നമ്മുടെ ഇന്ത്യയുടെ നെയ്ബർഹുഡ്സിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് പാകിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, ഇവരായിട്ടുള്ള ഒരു ടൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരൊരു ജിയോ പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ്സ്, ദാറ്റ് മീൻസ് ചൈന നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും ചേർത്ത് ജിയോ പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മളില്ല, നമ്മൾ ഇന്ത്യനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇന്ത്യ എപ്പോഴും വെസ്റ്റേൺ പവേഴ്സിന് പോയിട്ട് എപ്പോഴും അലൈൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചൈനക്ക് ഇഷ്ടമില്ല. കാരണം ചൈനയും US ഓൾറെഡി ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചൈന ഇന്ത്യ US പോകുന്നു, ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന സമയത്തൊന്നും ചൈന അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ചൈന മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രാറ്റജീസ് ഈ രാജ്യങ്ങൾക്ക്, ഈ കുറഞ്ഞ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ ആര് നൽകുന്നു? ചൈന നൽകുന്നത്. നമ്മൾ റീസെന്റ് ആയിട്ട് ബംഗ്ലാദേശിൽ ശ്രീലങ്കയിൽ നടന്നിരിക്കുന്ന ക്രൈസിസ് നിങ്ങൾ കണ്ടു കാണും. ശ്രീലങ്കയിൽ ഒരുപാട് തരത്തിലുള്ള ഒരു ഇൻഫ്ലമേഷൻ, പണപ്പെരുപ്പോ, അതുപോലെ തന്നെ എക്കണോമിക് ഡൗൺ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ്. ചൈന ഒരുപാട് പൈസ കടം കൊടുക്കും, എന്നിട്ട് അവരൊരു കടക്കണിയിൽ ആഴ്ത്തുന്ന സമയത്ത് പിന്നെ ശ്രീലങ്ക അല്ലെങ്കിൽ മറ്റേത് രാജ്യങ്ങളായിക്കോട്ടെ ചൈന പറയുന്ന പോലെ ചെയ്യണം. അങ്ങനെ ചിലപ്പം ശ്രീലങ്കയുടെ പോർട്ട് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളും ചൈനീസ് ഓപ്പറേഷനിലേക്ക് വരും. അപ്പൊ ഇന്ത്യനെ ഒരു എൻസർക്കിൾ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് ചൈനയുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, BRO,
ചൈനക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു നമ്മളെ പണ്ട് ചൈനയിൽ നിന്ന് സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നു. ചൈനയിലായിരുന്നു സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് സിൽക്ക് മറ്റ് സെൻട്രൽ ഏഷ്യൻ കൺട്രികളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റോഡ് പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന സിൽക്ക് റൂട്ടുകൾ ഇപ്പം ഒരു ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്ട്സുകളാക്കിയിട്ട് ട്രേഡ് എഗ്രിമെന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചൈനയെ പാകിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യുന്നു, ചൈനയെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രൊജക്റ്റ് ആണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്രിമെന്റ്സ് ഇൻ റീജിയൻ പോസ് ചാലഞ്ചസ് ഫോർ ഇന്ത്യ സെക്യൂരിറ്റി. അപ്പോൾ ഇന്ത്യയുടെ തലയിൽ മുകൾക്കൂട്ടിയാണ്, അപ്പോൾ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ മുകൾക്കൂട്ടിയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോകുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഒന്ന് ത്രെറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, recalibrating India's strategy. India now faces a global environment where all alliances are unreliable. അപ്പോൾ ഇന്ത്യക്ക് മുന്നേ ഒരു ഗ്ലോബൽ അലയൻസ് ഉണ്ട്. US ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും നല്ല ബന്ധത്തിലായിരുന്നത്. ബട്ട് ഓൾഡ് അലയൻസ് പലപ്പോഴും അൺറിലയബിൾ ആണ്. നമ്മൾ ഗാൽവാൻ ക്ലാഷ് വന്ന സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്തായിക്കോട്ടെ, അവരുടെ അലയൻസ് വളരെ, അതായത് നമ്മളോട് നിൽക്കുന്ന ഒരു കണ്ടീഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇഷ്യൂസ് ലൈക്ക് ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ദ റൈസ് ഓഫ് ന്യൂ പവർ ബ്ലോക്സ് കോംപ്ലിക്കേറ്റ്സ് ഇന്ത്യാസ് ഓപ്ഷൻസ്. അപ്പോൾ ഇന്ത്യ എപ്പോഴും ഒരു വെസ്റ്റേൺ പവർ ബ്ലോക്കുമായിട്ടായിരുന്നു അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അവര് റിലയബിൾ അല്ല. ദാറ്റ് മീൻസ് നമ്മുടെ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളെ വേണ്ടി വന്നാൽ കുറ്റം പറയും എന്നുള്ള കണ്ടീഷൻസിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി. The article urges India to focus on independent, self-reliant economic growth. അതായത് ആർട്ടിക്കിൾസിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് വരിക, മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ സെൽഫ് റിലയന്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, മറ്റു രാജ്യങ്ങളുടെ ഓവർ ഡിപ്പെൻഡൻസ് കുറക്കുക, മറ്റു രാജ്യങ്ങൾ ഓവർ ഡിപ്പെൻഡൻസ് കുറക്കുക. ഒരു സിംഗിൾ പാർട്ട്നറിൽ നിന്ന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒരു ഓയിൽ ഇമ്പോർട്ടിങ്, അത് ഒരു പാർട്ട്നറിൽ നിന്ന് മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു ടസിൽ വരികയാണ്, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണ്, ആ ഒരു രാജ്യം പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഓയിൽ തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് എനർജി സപ്ലൈ ഇവിടെ കുറയും. അപ്പൊ ഇന്ത്യയുടെ വേ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിംഗ് നീഡ് ഫോർ ടു ബൂസ്റ്റ് ഡൊമസ്റ്റിക് ഇന്നോവേഷൻസ്, റീഫോം എക്കണോമിക് ആൻഡ് എനർജി പോളിസീസ് ആൻഡ് ഡീപ്പൺ ടൈസ് വിത്ത് ഡൈവേഴ്സ് പാർട്ണർ. അപ്പം ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന പാർട്ട്നേഴ്സുമായിട്ട് ടൈസ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു രാജ്യം മാത്രം മതി, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാത്രമേ, റഷ്യയിൽ നിന്ന് മാത്രമേ ഓയിൽ ഇമ്പോർട്ട് ചെയ്യൂ, ഉക്രൈനിൽ നിന്ന് മാത്രമേ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളുമായി ടൈസ് നോക്കാം. അപ്പോൾ ഏതെങ്കിലും രാജ്യം നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എനർജി സപ്ലൈ ആയിക്കോട്ടെ, മറ്റ് സപ്ലൈ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് പോകാൻ സാധിക്കും. Okay, India must remain vigilant in counter-terrorism, sustain evidence-based diplomacy, and actively project its narrative globally. ഇന്ത്യയുടെ കൗണ്ടർ ടെററിസം പ്രോഗ്രാംസിന്റെ അകത്ത് ആര് പറഞ്ഞാലും അത് നോക്കേണ്ട ആവശ്യമില്ല, വിജിലന്റ് ആയിരിക്കണം എല്ലാ സമയത്തും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ആർട്ടിക്കിൾസ് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് അത്യാവശ്യം